ജീവിതത്തിലെ ഏറ്റവും വലിയ സുവർണ കാലഘട്ടത്തിലേക്കാണ് രോഹിണി നക്ഷത്രക്കാർ 2026 വിഷു മുതൽ കടക്കാൻ പോകുന്നത്. അപ്രതീക്ഷിതമായ ധനലാഭം, ഏറെക്കാലമായി മനസ്സിൽ കൊണ്ടുനടക്കുന്ന സ്വന്തമായൊരു വീട്, പുത്തൻ വാഹനം എന്നീ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം, വർഷങ്ങളായുള്ള കടബാധ്യതകളിൽ നിന്നുള്ള പൂർണ്ണ മോചനം, അങ്ങനെ നിങ്ങൾ കേൾക്കാൻ കൊതിക്കുന്ന ഒട്ടേറെ വലിയ ഭാഗ്യങ്ങൾ ഈ വർഷം നിങ്ങളെ തേടിയെത്തും. ഇടവം രാശിയിൽ വരുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് ഇത് 11ാം ഭാവത്തിലെ ശനിയുടെ അഥവാ ലാഭശനിയുടെ കാലമാണ്. തൊട്ടതെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന, നിങ്ങളുടെ കഠിനാധ്വാനത്തിന് 100 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഒരു വിസ്മയകരമായ വർഷമാണിത്. ചുരുക്കത്തിൽ, കഴിഞ്ഞ കാലങ്ങളിലെ ദുരിതങ്ങൾക്കെല്ലാം പലിശ സഹിതം ഭാഗ്യം തിരികെ ലഭിക്കുന്ന ഒരു പുതിയ വർഷത്തെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. നമസ്കാരം. ജ്യോതിർമണ്ഡലം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നാം വളരെ സൂക്ഷ്മമായി പരിശോധിക്കാൻ പോകുന്നത് ഇടവം രാശിയിൽ വരുന്ന രോഹിണി നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ സമ്പൂർണ്ണ ഗോചരഫലമാണ്. മുൻകൂട്ടി കാര്യങ്ങൾ അറിയാനും ഭാഗ്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താനും ഈ ജ്യോതിഷചിന്ത നിങ്ങളെ സഹായിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രദ്ധിക്കുക. പ്രധാന ഗ്രഹങ്ങളുടെ സ്വാധീനവും മാറ്റങ്ങളും. ശനിയുടെ സുവർണ സഞ്ചാരം, ലാഭശനിയുടെ കാലം. ഈ ഒരു വർഷക്കാലം മുഴുവൻ, അതായത് 2027 പകുതി വരെ, കർമ്മകാരകനായ ശനി നിങ്ങളുടെ 11ാം ഭാവമായ മീനം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. ജ്യോതിഷത്തിൽ 11ാം ഭാവത്തിലെ ശനിയെ ലാഭശനി എന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ച സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകുന്ന സമയമാണിത്. പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനും നിക്ഷേപങ്ങളിൽ നിന്ന് ഇരട്ടി ലാഭം നേടാനും 11ലെ ശനി നിങ്ങളെ സഹായിക്കും. തൊഴിൽ രംഗത്ത് വലിയ ഉയർച്ചയുണ്ടാകും. നിങ്ങളുടെ ചിരകാല സ്വപ്നങ്ങളെല്ലാം ഒന്നൊന്നായി യാഥാർത്ഥ്യമാകുന്ന അത്ഭുതം ഈ വർഷം നിങ്ങൾ കാണും. വ്യാഴത്തിൻ്റെ മാറ്റങ്ങൾ. ഈ ഒരു വർഷക്കാലം മുഴുവൻ, അതായത് 2027 പകുതി വരെ, ഈശ്വരാനുഗ്രഹത്തിൻ്റെ കാരകനായ വ്യാഴം നിങ്ങളുടെ 2ാം ഭാവത്തിലാണ്. എന്നാൽ 2026 ജൂൺ 2-ന് വ്യാഴം നിങ്ങളുടെ 3ാം ഭാവമായ കർക്കിടകത്തിലേക്ക് ഉച്ചസ്ഥിതിയിൽ പ്രവേശിക്കുന്നു. ഉച്ചസ്ഥിതിയിലുള്ള വ്യാഴം നിങ്ങളുടെ ധൈര്യവും ആത്മവിശ്വാസവും വല്ലാതെ വർദ്ധിപ്പിക്കും. ജോലി സംബന്ധമായി പുതിയ മാറ്റങ്ങൾ, വിദേശയാത്രകൾ എന്നിവയ്ക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. തുടർന്ന് 2026 ഒക്ടോബർ 31-ന് വ്യാഴം നിങ്ങളുടെ 4ാം ഭാവമായ ചിങ്ങം രാശിയിലേക്ക് മാറുന്നു. 4ാം ഭാവം സുഖസ്ഥാനമാണ്. പുതിയ വീട് വയ്ക്കാനോ പ്രോപ്പർട്ടി വാങ്ങാനോ ആഡംബര വാഹനം സ്വന്തമാക്കാനോ ഒക്ടോബറിന് ശേഷമുള്ള സമയം നിങ്ങളെ വലിയ തോതിൽ സഹായിക്കും. രാഹു കേതു മാറ്റങ്ങൾ. 2026 ഡിസംബർ വരെ രാഹു നിങ്ങളുടെ 10ാം ഭാവമായ കുംഭത്തിലാണ്. കർമ്മരംഗത്ത് നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുമെങ്കിലും നിങ്ങളുടെ പ്രശസ്തി അത്യുന്നതങ്ങളിലെത്തും. ഡിസംബർ ആദ്യവാരം രാഹു നിങ്ങളുടെ 9ാം ഭാവമായ മകരത്തിലേക്ക് മാറുന്നതോടെ ഭാഗ്യം പൂർണ്ണമായും നിങ്ങൾക്കനുകൂലമാകും. പിതാവിൽ നിന്നോ പൂർവിക സ്വത്തിൽ നിന്നോ അപ്രതീക്ഷിത നേട്ടങ്ങളുണ്ടാകാൻ ഈ രാഹുമാറ്റം കാരണമാകും. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലെ ഫലങ്ങൾ. തൊഴിൽ, സാമ്പത്തികം. രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി യാതൊരു ബുദ്ധിമുട്ടും ഈ വർഷമുണ്ടാകില്ല. ലാഭശനി നിങ്ങൾക്ക് വലിയ വരുമാന സ്രോതസ്സുകൾ തുറന്നുതരും. ബിസിനസ് ചെയ്യുന്നവർക്ക് മുൻപെന്നുമില്ലാത്ത വിധം ലാഭം കൊയ്യാം. IT, കോർപ്പറേറ്റ്, സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അർഹമായ പ്രമോഷനും ശമ്പള വർധനവും ലഭിക്കും. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായ മറുപടികൾ ലഭിക്കുന്നതാണ്. കുടുംബം, പ്രണയം, വിവാഹം. രോഹിണി നക്ഷത്രത്തിൻ്റെ നാഥൻ ചന്ദ്രനും രാശിയുടെ നാഥൻ ശുക്രനുമാണ്. അതുകൊണ്ടുതന്നെ പ്രണയവും കുടുംബ ബന്ധങ്ങളും നിങ്ങൾക്ക് വളരെ പ്രധാനമാണ്. വിവാഹം വൈകുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ അനുകൂലമാണ്. പ്രണയിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറി വിവാഹത്തിലേക്ക് കാര്യങ്ങളെത്തും. കുടുംബത്തിൽ ഏറെക്കാലമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും സമാധാനം തിരികെ ലഭിക്കുകയും ചെയ്യും. വിദ്യാഭ്യാസം. വിദ്യാർത്ഥികൾക്ക് ഈ വർഷം വളരെ മികച്ച വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ജൂണിന് ശേഷം ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കും. ഉപരിപഠനത്തിനായി വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിസ നടപടികൾ വേഗത്തിൽ പൂർത്തിയാകും.
മത്സര പരീക്ഷകളിൽ ഉന്നത റാങ്ക് നേടാൻ ഈ വർഷം സാധിക്കും. ആരോഗ്യം പൊതുവെ വളരെ മികച്ച ആരോഗ്യനിലയായിരിക്കും. എന്നാൽ ഒക്ടോബറിന് ശേഷം വ്യാഴം 4-ാം ഭാവത്തിലേക്ക് മാറുന്നതുകൊണ്ട് ഉദരസംബന്ധമായ അസുഖങ്ങളോ കൊളസ്ട്രോൾ പോലെയുള്ള ജീവിതശൈലി രോഗങ്ങളോ വരാതെ ഭക്ഷണത്തിൽ കൃത്യമായ നിയന്ത്രണം കൊണ്ടുവരേണ്ടതാണ്. കൃത്യമായ മാസഫലങ്ങൾ. ഇനി ഓരോ മാസവും സൂര്യൻ്റെയും മറ്റു ഗ്രഹങ്ങളുടെയും സഞ്ചാരം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നതെന്ന് വളരെ വിശദമായി പരിശോധിക്കാം. മേടം ഏപ്രിൽ 14, മെയ് 14. വിഷുവിനോടനുബന്ധിച്ചുള്ള ഈ തുടക്കത്തിൽ സൂര്യൻ നിങ്ങളുടെ 12-ാം ഭാവത്തിലാണ്. അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. യാത്രകൾ കൂടുതലായി വേണ്ടിവരും. ഈ സമയത്ത് ആർക്കും വലിയ തുക കടം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇടവം മെയ് 15, ജൂൺ 14. സൂര്യൻ നിങ്ങളുടെ ജന്മരാശിയിലേക്ക് മാറുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസവും ഊർജവും വല്ലാതെ വർദ്ധിക്കുന്ന മാസമാണിത്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കും. എന്നാൽ അനാവശ്യമായ ദേഷ്യവും അഹങ്കാരവും ഈ മാസം കർശനമായി ഒഴിവാക്കണം. മിഥുനം ജൂൺ 15, ജൂലൈ 16. ധനസ്ഥാനമായ 2-ാം ഭാവത്തിലേക്ക് സൂര്യൻ വരികയും വ്യാഴം കർക്കിടകത്തിൽ ഉച്ചസ്ഥിതിയിലേക്ക് മാറുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട സമയമാണിത്. സാമ്പത്തിക വരവ് വല്ലാതെ വർദ്ധിക്കും. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങാൻ അനുകൂല മാസം. കർക്കിടകം ജൂലൈ 17, ഓഗസ്റ്റ് 16. 3-ാം ഭാവത്തിൽ സൂര്യനും വ്യാഴവും ഒരുമിക്കുന്നു. നിങ്ങളുടെ ധൈര്യവും കാര്യശേഷിയും വർദ്ധിക്കും. ശത്രുക്കളെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. പുതിയ ബിസിനസ് കരാറുകളിൽ ഒപ്പുവെക്കാൻ ഈ സമയം അനുകൂലമാണ്. ചിങ്ങം ഓഗസ്റ്റ് 17, സെപ്റ്റംബർ 16. 4-ാം ഭാവത്തിൽ സൂര്യൻ സ്വക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്നു. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ലാഭം കൊയ്യാൻ ഈ മാസം സാധിക്കും. സർക്കാർ കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും. അമ്മയുടെ ആരോഗ്യത്തിൽ അനുകൂലമായ പുരോഗതിയുണ്ടാകും. കന്നി സെപ്റ്റംബർ 17, ഒക്ടോബർ 17. 5-ാം ഭാവത്തിലെ സൂര്യൻ ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെ വലിയ ധനലാഭം നൽകും. ഷെയർ മാർക്കറ്റ് പോലെയുള്ള മേഖലകളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. കുട്ടികളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ വകയുണ്ടാകും. തുലാം ഒക്ടോബർ 18, നവംബർ 16. സൂര്യൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. കടബാധ്യതകൾ ഒരു പരിധിവരെ കൊടുത്തു തീർക്കാൻ സാധിക്കുന്ന മികച്ച മാസമാണിത്. ശത്രുശല്യവും രോഗദുരിതങ്ങളും കുറയും. വ്യാഴമാറ്റം പുതിയ ജോലിക്കോ താമസസ്ഥലം മാറാനോ കാരണമാകാം. വൃശ്ചികം നവംബർ 17, ഡിസംബർ 15. 7-ാം ഭാവത്തിലെ സൂര്യൻ ബിസിനസ് പങ്കാളികളുമായോ ജീവിത പങ്കാളിയുമായോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം. പണമിടപാടുകളിൽ വ്യക്തത വരുത്തണം. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ വിട്ടുവീഴ്ചകൾ ചെയ്യുക. ധനു 16 ഡിസംബർ മുതൽ 13 ജാനുവരി വരെ. ഈ മാസം 8-ാം ഭാവത്തിൽ അഥവാ അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുന്നു. അനാവശ്യ യാത്രകൾ കർശനമായി ഒഴിവാക്കുക. വാഹനങ്ങൾ ഓടിക്കുമ്പോഴും രാത്രി യാത്രകളിലും കടുത്ത ജാഗ്രത വേണം. ആരോഗ്യകാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. മകരം ജാനുവരി 14, ഫെബ്രുവരി 12. 9-ാം ഭാവത്തിലെ സൂര്യൻ മുൻ മാസത്തെ ബുദ്ധിമുട്ടുകൾ മാറ്റി ഭാഗ്യം നൽകും. ഉപരിപഠനത്തിന് അനുകൂലമായ സമയമാണിത്. തീർത്ഥാടനത്തിന് അവസരം ലഭിക്കും. പിതാവിൽ നിന്നും അനുകൂലമായ സഹായങ്ങൾ ലഭിക്കും. കുംഭം ഫെബ്രുവരി 13, മാർച്ച് 14. 10-ാം ഭാവത്തിൽ സൂര്യൻ നിങ്ങളുടെ കർമ്മരംഗത്ത് പ്രതാപം വർദ്ധിപ്പിക്കും. ജോലിയിൽ വലിയ ഉയർച്ചയും പ്രമോഷനും പ്രതീക്ഷിക്കാം. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും മേലധികാരികളിൽ നിന്ന് വലിയ പ്രശംസ ലഭിക്കുന്ന മാസമാണിത്. മീനം മാർച്ച് 15, ഏപ്രിൽ 13. ഈ വിഷുവർഷത്തിന്റെ അവസാന മാസം നിങ്ങൾക്ക് ഏറ്റവും തിളക്കമാർന്നതാണ്. 11-ാം ഭാവത്തിൽ സൂര്യനും ശനിയും ചേരുന്ന ഈ മാസം വലിയ ധനലാഭവും സർവ്വകാര്യവിജയവും നൽകും. ഏറെക്കാലമായി പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും ഈ മാസത്തോടെ യാഥാർത്ഥ്യമാകും. പരിഹാരങ്ങളും ഉപസംഹാരവും. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇതൊരു പൊതുവായ ഗോചാരഫലമാണ്. നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോൾ അനുകൂല ഗ്രഹങ്ങളുടെ ദശയാണ് നടക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ലാഭശനിയുടെ ഗുണങ്ങൾ ഇരട്ടിയാകും. ഈ സുവർണ കാലഘട്ടത്തിന്റെ ഗുണങ്ങൾ പൂർണ്ണമായി അനുഭവിക്കാൻ രോഹിണി നക്ഷത്രക്കാർ ചെയ്യേണ്ട ചില പ്രധാന വഴിപാടുകൾ ഇവയാണ്. രോഹിണി നക്ഷത്രത്തിന്റെ നാഥൻ ചന്ദ്രനാണ്. അതിനാൽ തിങ്കളാഴ്ചകളിൽ ഉപവാസമെടുക്കുന്നതും ശിവപാർവതി ക്ഷേത്ര ദർശനം നടത്തുന്നതും അത്യുത്തമമാണ്. മാസത്തിലൊരിക്കൽ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ കടുംപായസം വഴിപാട് നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ കൂവളത്തില കൊണ്ട് അർച്ചനയോ ധാരയോ നടത്തുന്നതും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കും. പാവപ്പെട്ടവർക്ക് വെളുത്ത നിറമുള്ള വസ്ത്രങ്ങളോ പാലോ അരിയോ ദാനം ചെയ്യുന്നത് ചന്ദ്രപ്രീതിക്ക് വളരെ നല്ലതാണ്.
നിങ്ങളുടെ ഭാഗ്യനിറങ്ങൾ വെള്ള, ഇളം നീല, പച്ച എന്നിവയാണ്. പ്രധാന കാര്യങ്ങൾക്കായി തിരഞ്ഞെടുക്കാൻ അനുകൂല ദിവസങ്ങളായി കണക്കാക്കുന്നത് തിങ്കൾ, വെള്ളി, ബുധൻ എന്നിവയാണ്. വരാൻ പോകുന്ന 2026-27 വിഷുവർഷം രോഹിണി നക്ഷത്രക്കാർക്ക് ഈശ്വരാനുഗ്രഹത്താൽ സർവ്വ ഐശ്വര്യങ്ങളും സമ്പത്തും വിജയവും ഉണ്ടാകട്ടെയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ജ്യോതിർമണ്ഡലം എന്ന ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.